സോ ഹലോ കേസ് ഇന്ന് പാർട്ട് 1 എന്ന് വെച്ചാൽ ലാസ്റ്റ് ഐലൻഡ് ഓഫ് സർവൈവലിൻ്റെ പാർട്ട് 1 ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ ഗ്രൈൻഡ് ചെയ്ത് ബേസൊക്കെ സെറ്റാക്കി പാർട്ട് 2 നാളെ ഇടാൻ വേണ്ടി ഫുള്ള് സെറ്റാക്കി. എന്നിട്ട് ഇതാ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ 7:11 ഞാൻ 7:11 വന്ന് ഇത് നോക്കാൻ പറ്റിയിരുന്നില്ല, കണ്ടിട്ടുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടത് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു. അപ്പം തന്നെ കയറി വെക്കുമ്പോൾ കണ്ടത് ബേസ് ആരോ പൊട്ടിച്ചിട്ട് നമ്മളെ സ്റ്റോൺ വരെ ആക്കിയതാണ്. പക്ഷേ നല്ല കളിക്കുന്ന പ്ലേയേഴ്സാണ് തോന്നുന്നത്, നല്ല ടീമായിട്ട് കളിക്കണവരെ തോന്നുന്നുണ്ട്. ഇപ്പോൾ സ്പോൺ അടിച്ച് നോക്കാം. ഫുള്ള് പൊട്ടിച്ചിട്ടിട്ടില്ല, ഫുള്ളല്ല പൊരിഞ്ഞ് മുഴുവനും പൊട്ടിച്ച്. നമ്മളെ ബ്ലൂ ചിപ്പൊക്കെ കിട്ടിയിരുന്നു, പർപ്പിൾ ചിപ്പടൊക്കെ കിട്ടി. പർപ്പിൾ ചിപ്പൊക്കെ അവർ കൊണ്ടുപോയി വന്നിന്. ഗ്രീന് കിടക്കുന്നുണ്ട്. ഞാനതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. കുറേ ഗ്രൈൻഡ് ചെയ്ത് ബ്ലൂ ചിപ്പ് കൊണ്ടുപോയിട്ടില്ല. ഒരെണ്ണം കിട്ടി, 3 ഉണ്ടായിരുന്നു. ഒരെണ്ണം കിട്ടി, ഒരു SMG ഉണ്ട്. നമുക്ക് 2 കിട്ടി, 2 കൊണ്ടുപോയില്ല. ഇനിയിപ്പോൾ ഈ ബേസ് തിരിച്ചുണ്ടാക്കാൻ പറ്റുമോ എന്നറിയില്ല. നമുക്കിപ്പോൾ ഉള്ള കയ്യിൽ പിടിക്കാം. ആ സൈക്കിൾ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ സർവറിൽ കയറാൻ നല്ലത്. വേറെ സർവറിൽ കയറണം നല്ലത്. എന്നാലും എത്ര ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടാ, ഒരു ലോഡ് ഗ്രൈൻഡ് ചെയ്തതാ. 3 ബ്ലൂ ചിപ്പ് കിട്ടിയിട്ടാ. ബ്ലൂ ചിപ്പൊന്നും എടുത്തിട്ടില്ല. ഇവരെ കുറേ ബ്ലൂ ചിപ്പ് ഉണ്ട് തോന്നുന്നത്. നമുക്ക് ഉള്ളൊക്കെ കയ്യിൽ പിടിച്ചേക്കാം. എന്തായാലും ഈ സർവറിൽ കളിക്കണില്ല, ഇനിയിപ്പോൾ കളിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഇതിൽ കളിക്കുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. ഇത് മിഞ്ഞാന്നങ്ങാണ്ട് തുടങ്ങിയ സർവറാണ്. അതാണ് ഏതെന്ന് വെച്ചാൽ ഓൾറെഡി പ്ലേയേഴ്സ് കുറേ ബോംബൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, കുറേ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ മേലേക്ക് ഇനി ഉണ്ടാക്കാൻ പറ്റുമെന്നറിയില്ല. ഇല്ലെങ്കിൽ റെഡ് കളർ പോണ വരെ ഇവിടെ ഒന്നും വെക്കാനും പറ്റില്ല. ഇത് വേറെ സീൻ. ഇവര് ഇതുവഴിയാണ് കയറിയതല്ലേ. ഇവിടെ മേലക്കൂടെ അറ്റാക്ക് ചെയ്തേക്കണ്. അടിക്കൂടെ അല്ലേ, മേലക്കൂടെ വന്നിട്ട് അറ്റാക്ക് ചെയ്തേക്കണ്. മേലക്കൂടെ അടിക്കൂടെ ഫുള്ള് പൊളിച്ചിട്ടിട്ടുണ്ട്. മേലെ ലൂട്ടുള്ള സ്ഥലം പിന്നെ ക്യാബിനറ്റ് ഉള്ള സ്ഥലം പൊട്ടിച്ച്. ജസ്റ്റ് മിസ്. ഒന്നും കൂടി നേരത്തെ കയറുകയാണെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്നു. അവരിനി എത്ര പേരുണ്ടെന്നും അറിയില്ല. ചിലപ്പോൾ അവർ കുറേ 4 പേരുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു കാറ് കിട്ടിയിരുന്നു, ഒരു ലംബോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് 5th ആനിവേഴ്സറി ആയതുകൊണ്ട് അവിടെ എന്തോ മാപ്പിൽ എന്നുവെച്ചാൽ മാപ്പിൽ സെൻട്രലായിട്ട് ഒരു എന്തോ ഒന്നും ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ കുറേ പെട്ടിണ്ടായിരുന്നു. ആ പെട്ടി തുറന്നപ്പോൾ അതിനൊരു ലംബോ കിട്ടി, ബൈക്ക്. അതിന് അതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ കൊണ്ടുപോയി. ഇത് മേലെ ഭാഗം കാണിച്ചു തരാം, ഒരു മിനിറ്റ്. കുറച്ച് വുഡ് എടുക്കട്ടെ. വുഡൊന്നുമില്ല, ഒക്കെ കൊണ്ടിരിക്കണോ. ക്യാബിനറ്റ് പൊട്ടിച്ചിരുന്നില്ലേ. നമ്മളെ തൊട്ട് ബാക്കിയുള്ള ബേസും പൊട്ടിച്ചിരുന്നിട്ടാ. നമ്മളിങ്ങോട്ട് അവിടെ ബേസ് വെക്കാനാണ് ഉദ്ദേശിച്ചത്. അവിടെ വേറെ ആരോ ബേസ് വെച്ചിട്ടാണ്, അവൻ്റെ ബേസും പൊട്ടിച്ച്. ഇപ്പോൾ തോന്നുന്നു അവർ ഓടി നടന്ന എല്ലാ ബേസും പൊട്ടിക്കും. ഓൾറെഡി രാവിലെ ഫുള്ള് ബോംബൊക്കെ സെറ്റാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ പൊട്ടിക്കുന്ന ടൈമായപ്പോൾ അവർ വന്ന് പൊട്ടിച്ചിട്ടുണ്ടാവും. അവിടെ ഇനി വെക്കാൻ പറ്റൂല, ഇനി ഇവിടെ എവിടെയെങ്കിലും വെക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇത് ഫുള്ളാണ്ട് പൊട്ടിക്കുക. ഇനിയിപ്പോൾ എന്തായാലും ഇനി ഇതിൽ കളിക്കണമെന്നില്ല. ഒരു മേലക്കൂടെയാണ്, ഡോറെന്തോ പൊട്ടിച്ചിട്ടില്ല അവർ. കുറച്ച് ബുദ്ധി കളിച്ചിരിക്കുന്നത്. ഇത് പൊട്ടിച്ചിട്ട് ഇവരെങ്ങനെ മേലേക്ക് കയറിയണാവോ. ഇങ്ങനെ അവർ മേലേക്ക് കയറി പൊട്ടിച്ചിട്ട് ഈ പാസ്വേഡ് എങ്ങനെ അവർ നോക്കി കണ്ടുപിടിച്ചാ. കുറച്ച് ലൂട്ടൊക്കെ ഉണ്ട്. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ഇതിൽ കളിക്കാം. പക്ഷെ കളിക്കാൻ ഒരു ഇതുണ്ടാവില്ല. പക്ഷെ മിഞ്ഞാന്ത സർവർ ആയിക്കൊണ്ടേ ഇനി ഇവർ ഈ ബേസൊക്കെ പൊട്ടിച്ച് വേറെ കുറേ ബേസ് പൊട്ടിച്ച് ആ ബേസിൽ നിന്നൊക്കെ ഗൺ പൗണ്ടറും അതൊക്കെ ഇട്ടി വീണ്ടും ബോംബിട്ടാക്കും. ഇനി വീണ്ടും ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നാളെ ഇതായിട്ടുണ്ടാവും, ചിലപ്പം പൊട്ടിക്കും. അതിനിപ്പോൾ അത് ഇനി വേറെ കളിക്കുന്നതാണ്. ഇന്ന് പുതിയ സർവർ സ്റ്റാർട്ടായിട്ടുണ്ട്.
അതിലേതിലേലും കയറാം. ഇനി ബേസ് ഉണ്ടാക്കുമ്പോഴേ ഞാനൊരു ഇത് കാണിച്ചില്ല. അങ്ങനെ ബേസ് ഞാൻ അങ്ങനെ എപ്പോഴും അങ്ങനെ ബേസ് ഉണ്ടാക്കാറില്ല. 2 ലെയറായിട്ട് 2 ലെയറായിട്ട് ഞാൻ ബേസ് ഉണ്ടാക്കാറ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇനി വെക്കാൻ പറ്റില്ല, അപ്പുറത്തേക്ക് പോകണം. ഇതിൻ്റെ പകുതി ആയിട്ടുള്ളതുണ്ട് വാളിൻ്റെ. പകുതി വാളിങ്ങനെ 4 വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഇത് വെക്കണം. റൂഫ് വെയിറ്റ് അതിൻ്റെ മേലെ കയറിയിട്ട് അവിടെ ഒരു റൂഫ് വെക്കണം. ഇത് വെക്കുകയാണെങ്കിൽ ഡബിൾ സേഫ്റ്റി ആവും. പക്ഷേ ഇതും കൂടി പൊട്ടിച്ചാൽ അവർക്ക് എന്ന് വെച്ചാൽ ക്യാബിനറ്റ് പൊട്ടിക്കണമെങ്കിൽ 2 ലെയർ പൊട്ടിക്കണം. അതിൽ ക്യാബിനറ്റ് പൊട്ടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വെക്കണം. അങ്ങനെ വെക്കാറില്ല. പിന്നെ ഇതിൽ അന്ന് വേണ്ടിയില്ല വിചാരിച്ച്. പിന്നെ 3-4 ആക്കണം. ഒന്നുകൂടി നല്ലത്. സെൻട്രലിൽ ക്യാബിനറ്റ്, ഇതിൽ തന്നെ ക്യാബിനറ്റ് വെച്ചോടത്തന്നെ ക്യാബിനറ്റ് ഇട്ട് മേലെ ഒരു ലെയറും കൂടിയും അവിടെ വല്ല ചെസ്റ്റിൻ്റെ എന്തെങ്കിലും, പിന്നെ അതിൻ്റെ മേലെ ഇതേമാതിരി ആ ലെയറൊക്കെ. ഇവിടെ ഉള്ള എല്ലാ പൈസയും പൊട്ടിച്ചിരിക്കണമെന്നു. പക്ഷേ ജസ്റ്റ് ഒന്നുകൂടി നേരത്തെ കയറുകയാണെങ്കിൽ ഞാൻ ഈ 11 മെസ്സേജ് വന്നിരിക്കണം. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല മെസ്സേജ്. 7:11 മെസ്സേജ് വന്നിരിക്കണം. 7:28 ഞാൻ കയറിയത്. എന്തായാലും കുഴപ്പമില്ല, പോയത് പോയി. നമ്മളെ മറ്റേ ഫസ്റ്റത്തെ എപ്പിസോഡിൽ കൊടുന്ന ബൈക്ക് അത് കൊണ്ടുപോയിട്ടില്ല അവർ. അവിടെ തന്നെ ഉണ്ട്. അതിന് ഫ്യൂലൊന്നും ഇല്ല അടുത്ത് പോകാൻ. എല്ലാ പൈസയും പൊട്ടിച്ചിരുന്നു. ഈ അടുത്തുള്ള എല്ലാ പൈസയും പൊട്ടിച്ചിട്ടുണ്ടാവും. ആ മിലിറ്ററി ബേസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഓൾറെഡി ആരോ ലോട്ടിയേക്കണ് മിലിറ്ററി ബേസ്. ഇപ്പം ഉണ്ടായി. ഇപ്പം പൊട്ടിച്ചിട്ടുള്ള ടൈം എന്ന് വെച്ചാൽ 7:11 ആകുമ്പോൾ 35 28 ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വേറെ സർവറിൽ കയറാമെന്നല്ല. നല്ല ഏരിയയാണ്, പക്ഷേ ഇതിങ്ങനെ കണ്ടെന്ന് അറിയില്ല. ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ ഇത് തുടങ്ങുന്നുണ്ടല്ലോ, ഈ ഫസ്റ്റത്തെ എപ്പിസോഡിൽ ഞാൻ ഒരു സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇനി ബേസ് വെക്കാം. അവിടെ ഞാൻ 2 തൊട്ടിട്ട് അവിടെ ബേസ് വെച്ചിട്ട് സക്സസ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആരും പൊട്ടിച്ചുകൊണ്ടിട്ടില്ല. പിന്നെ അതുപോലെ വെക്കേണ്ടി വരും. ആ ഭാഗം ഈ കുതിരനെ കൊന്നു. ബ്ലൂ ചിപ്പ് ഉണ്ട്, പക്ഷെ കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് വേറെ ഇവിടുന്ന് ഞാൻ 500 സ്പയർ കൊടുത്തിട്ട് പർപ്പിൾ ചിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തുറക്കാൻ പോലെ പറ്റിയില്ല. ഒരു വട്ടം പോലെ തുറന്നില്ല. അതിന് കുറച്ചിൻ്റെ കയറിയിട്ട് അത് തുറക്കണ വീഡിയോ ഒക്കെ ഇടാൻ വിചാരിച്ച് നിൽക്കുന്നു. അപ്പോഴാണ് ഈ മെസ്സേജ് വന്ന് ഞാൻ കണ്ടത് കയറാൻ നേരത്ത്. ഇതിന്ന് ഇറങ്ങാം, സർവറിൽ നിന്ന് ഇറങ്ങാം. ഇത് മിഞ്ഞാന്നത്തെ സർവറാണ്. അപ്പോൾ ഓൾറെഡി അവർ നല്ല ലൂട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ഇന്ന് പുതിയ സർവർ വന്നിട്ടുണ്ട്, അതിൽ കയറാൻ മതി. ഹിറ്റ് ലിസ്റ്റ് 30 വേണ്ട, 31 കയറാം. ഈ വീഡിയോ ഇത്രയുള്ളൂ. ഞാനായി കാണിച്ചു തരാൻ വേണ്ടി കയറിയതാണ്. നമുക്ക് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യാം. എപ്പിസോഡ് 1, 2 റീസ്റ്റാർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് വരെ